ഒരു വലിയ മനസ്സോടുകൂടി നമ്മൾ നമ്മുടെ വേദനയായി ഏറ്റെടുത്ത ആ വലിയ വേദനയ്ക്ക് കേരളം പരിഹാരം കണ്ടിരിക്കുന്നു എന്ന ഒരൊറ്റ കാര്യം മുന്നോട്ട് വെച്ചാൽ മതി സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ. അതേ വിഷയമാണ് കോൺഗ്രസിന് വലിയ പ്രതിരോധവുമായിരിക്കുന്നത്. കോൺഗ്രസ് അവിടെ വാഗ്ദാനം ചെയ്ത വീടുകൾ 100 വീടുകൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് 3 സെക്കൻഡ് കൊണ്ട് 300 വീട് പണിതു എന്നൊരു വലിയ ആരോപണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയില്ല. പണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ തങ്ങൾ പിരിച്ച 20 കോടിയുടെ കണക്ക് മുന്നോട്ട് വെക്കുന്നു, കോൺഗ്രസിന്റെ കണക്ക് ചോദിക്കുന്നു. അങ്ങനെ അതിൽ കൃത്യമായൊരു കാര്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ലീഗിന്റെ വീട് അവിടെ ഉയരുകയും ചെയ്തു. കോൺഗ്രസിന്റെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി വരികയാണ്. ഈ പുതുയുഗ യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ് വിചാരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് അന്നു രാത്രി നമ്മൾ അഭിമുഖീകരിച്ച വയനാട്ടിലേക്കൊന്ന് ഓടിച്ചെല്ലാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച ഇത്രയും കാലമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം എന്നതുപോലെ ഒരു പുതിയ പദ്ധതിയിലേക്കും ചുവടുവെക്കുകയാണ്. അതിന്ന് അഭിമാന പുരസ്സരം കണ്ടവരാണ് നമ്മൾ. വയനാട് തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. അതും നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ജനത നോക്കൂ, നമ്മളെ കരുതുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന സാഹചര്യം, അവർ നമ്മളുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് നമുക്കും അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നത് പ്രധാനമാണ്. നമ്മൾ കണ്ടുവല്ലോ, ഒന്ന് കെ രാജനെ വന്ന് ഓരോരുത്തരും കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ തോന്നി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് അവിടെയുള്ള ഓരോ ദുരന്ത ബാധിതരെയും പേഴ്സണലി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹം, മന്ത്രിമാരടക്കമുണ്ട് എന്നത് വലിയ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്.